പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന ഭീതിയിലാണ് ലോകവും. അതിനിടയ്ക്ക് ഈ ഇറാനെ ആക്രമിച്ചതിനു ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചു, ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്തുകൊണ്ടായിരിക്കും സാർ അദ്ദേഹം പുടിനെയും ഷീ ജിൻപിങ്ങിനെയും ഒക്കെ ഒഴിവാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചത്? എന്താണ് അതിൻ്റെ കാരണം? നരേന്ദ്രമോദി എപ്പോഴും ഈ സമാധാനത്തിൻ്റെ ഒരു സന്ദേശവാഹകനാണ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്ക് അവസാന വാക്കായിട്ടും വരുന്നുണ്ട്. അത് ലോകം കാത്തിരിക്കുന്നതുമാണ്. ഇപ്പോൾ ഇവിടെ യുദ്ധം പുറപ്പെട്ടു എന്നുള്ളൊരാശങ്ക എന്ന് പറഞ്ഞു. യുദ്ധമായി കഴിഞ്ഞു, പക്ഷേ ഈ പോരാട്ടം ലോകം ഭയന്നിരുന്ന യുദ്ധത്തിലേക്കോ എന്നൊരാശങ്കയാണ് ഇപ്പം ബാക്കി നിൽക്കുന്നത്. ലോകം ഭയന്നിരുന്ന ഒരു യുദ്ധം. കാരണം ഇവർ തുടങ്ങിയിട്ട് ഒരു 7-8 മാസത്തെ ഒരു തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിൽ എനിക്ക് തോന്നുന്നു ട്രംപും അതിനകത്തൊരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഇസ്രായേലുമായിട്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട് തീർന്നിട്ടില്ല, ഇനിയും വരുന്നുണ്ടെന്ന്. ഇത് സാമ്പിൾ വെടിക്കെട്ടാണെന്നുള്ള മട്ടിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രംപ് സാമ്പിൾ വെടിക്കെട്ട് തന്നെ ഇറാന് താങ്ങാൻ കഴിയുന്നില്ല. ഇറാന് വലിയ ബലമുണ്ട് കേട്ടോ, ഏത് തരത്തിൽ സൈനിക ബലമൊക്കെ ഉണ്ട്. നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ പാണ്ഡവ കൗരവരുടെ അക്ഷൗണി കണക്ക് പറയുമ്പോൾ കൗരവർക്കാണ് അക്ഷൗണികൾ 11 മറ്റവർക്ക് 7 ടോട്ടല് 18 അക്ഷൗണിയാണ്. അപ്പം പക്ഷേ കാര്യമെന്ത് അല്ലേ? അതെ. എന്ന് പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവൻ അണിനിരക്കുന്നത് ആരുടെ പിന്നിലാണ്? ഇസ്രായേലിൻ്റെ ഒപ്പമാണ്. കാരണം ഇവരെ സംബന്ധിച്ച് അപ്പം ഇസ്രായേൽ മുമ്പോട്ട് വയ്ക്കുന്നത് ഇവരുടെ ആണവായുധം ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ പിന്നിൽ നിലയുറപ്പിക്കും. അല്ല, അമേരിക്ക വളരെ ശക്തമായിട്ട് ഇറാനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇസ്രായേലുമായിട്ട് ആണവ കരാറിൽ ഏർപ്പെടണം എന്ന് അമേരിക്ക. ട്രംപ് വളരെ കൃത്യമായിട്ട് മുമ്പ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഇപ്പോഴും ട്രംപ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഈ യുദ്ധം മതിയാക്കി വെച്ചിട്ട് ഇസ്രായേലുമായിട്ട് ചർച്ച ചെയ്യൂ. അമേരിക്കയുമായിട്ട് പലതവണ അവർ ചർച്ചകൾ നടന്നു, അത് പല ഘട്ടങ്ങൾ കഴിഞ്ഞു, ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ട്രംപ് പറയുന്നത് നിങ്ങൾ ഇസ്രായേലുമായിട്ട് സംസാരിക്കൂ, ഇസ്രായേലിനെ വിശ്വാസത്തിലെടുക്കൂ, അല്ലാത്ത പക്ഷം എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് ട്രംപ്. ഇതിനകത്ത് ഇപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, ഇസ്രായേൽ തുടങ്ങി വെച്ചതാണോ ഇതെന്നുള്ളത്, അല്ലേ? അല്ല, തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടല്ലോ. ഉണ്ട്. ഇസ്രായേൽ തുടങ്ങി വെച്ചതാണോ എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മുമ്പോട്ട് വെക്കുന്ന കാര്യം ഇവരുടെ ആണവായുധ ഭീഷണി വെച്ചുകൊണ്ടാണ്. അതെ. അപ്പം ഇവരെ തകർത്തെങ്കിൽ ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കരുത്, അതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. അപ്പോൾ അത് ലോകത്തിന് അതിൽ നിന്ന് അവർ 1 ഇഞ്ച് പിന്നോട്ട് പോവില്ല. അത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാണെന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഇവർ ഉയർത്തുന്നത്, ഇസ്രായേൽ ഉയർത്തുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ പിന്തുണ അതിനോട് യോജിക്കാതിരിക്കാൻ യുക്തിയൊന്നുമില്ല. തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളെല്ലാം അതിനോട് യോജിക്കുന്നു. കാരണം ഇറാനെ പോലൊരു രാജ്യത്തിൻ്റെ കയ്യിൽ ഈ ആണവായുധം വന്നാൽ, ഈ ആണവ സാങ്കേതിക വിദ്യ വന്നാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ അവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടോ? സാറേ, അത് ആ വിസ്തൃതി കൂട്ടുക എന്നുള്ളതിനേക്കാൾ ഉള്ളത് സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ അജണ്ട. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതൊന്നും അവരുടെ കയ്യിൽ നിന്നൊന്നും പോകുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം അവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച്, ശക്തി അനുസരിച്ച്, അവരുടെ തല നമുക്കറിയാം, അല്ലേ? അതെ. ഇവരെ ഇവിടെ നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അവര് ഭൂമിയിൽ അതൊരിക്കലും വിജയിക്കില്ല. ഭൂമിയിൽ അവർ കനകം വിളയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ വിസ്തൃതി കൂട്ടുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. സാർ, ഇപ്പോഴും ഉയർന്നിരിക്കുന്ന ഭീഷണി ഇസ്രയേൽ ഭയക്കുന്നത് ഇറാൻ്റെ കയ്യിൽ ആണവ ബോംബ് വന്നാൽ അവരത് ഏത് നിമിഷവും ഇസ്രായേലിനെതിരെ പ്രയോഗിക്കും. ഇസ്രയേൽ, നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും പാലസ്തീനെ ആക്രമിക്കുന്നു, ഗാസയിൽ ആക്രമണം നടത്തി ഹമാസിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നു, ഇറാനെ അടിക്കുന്നു, യമനിലെ, ലെബനനില്, സിറിയയില് ഒക്കെ കൃത്യമായിട്ടും ഇസ്രായേൽ അവരെ
ചൊറിഞ്ഞാൽ തിരിച്ചു മാരകമായ പ്രഹരം അവർ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി അവർ അടിക്കുമ്പോൾ അവർക്കെതിരെ ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി അവർ ഭയക്കുന്നത് ഇറാനെ പോലൊരു രാഷ്ട്രത്തിൻ്റെ കയ്യിൽ ആണവായുധം എത്തരുത് എന്നുള്ളതാണ്. അത് എത്തിയാൽ അവർ അത് ഏത് നിമിഷവും തങ്ങൾക്കെതിരെ പ്രയോഗിക്കുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. അതാണിപ്പോൾ ഇസ്രായേലിൻ്റെ വിഷയം. ഇസ്രായേൽ നോക്കൂ, വളരെ കൃത്യമായിട്ട് ഈ ഇറാനിലെ ആണവ കേന്ദ്രമായ നദാൻസിന് സമീപമുള്ള നദാൻസ് ആണവ കേന്ദ്രം ആക്രമിച്ചു നശിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ 6-ലധികം ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിച്ചു. അവിടുത്തെ പ്രധാനപ്പെട്ട ഈ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ, യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിൻ്റെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരെയെല്ലാം അവർ വധിച്ചു കളഞ്ഞു. ഇത് വളരെ കൃത്യമാണ്. ഇസ്രായേലിൻ്റെ ടാർഗറ്റ് വളരെ കൃത്യമാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത്, ഇറാൻ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കരുത്. ഇത് ഇസ്രായേലിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യമാണ്, അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശമാണ്. പക്ഷേ അത് ഈ ആണവ ആയുധം അവർ ഇസ്രായേലിൻ്റെ നേർക്ക് മാത്രമായി ഇസ്രായേലിലേക്ക് അത് പ്രയോഗിച്ചാൽ ഇസ്രായേലിന് മാത്രം ബാധിക്കുന്ന കാര്യമല്ല, അല്ല, ലോകം മുഴുവൻ ബാധിക്കും. അതെ, ലോകം മുഴുവനും ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ പലരും ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നരേന്ദ്രമോദിയെ വിളിച്ചത് കൂടാതെ അദ്ദേഹം ജർമ്മൻ ചാൻസലറെ നെതന്യാഹു വിളിച്ചു, ഫ്രാൻസിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചു, മക്രോണിയെ വിളിച്ചു. അപ്പോൾ ഇവിടെ അവർ ഇനിയിപ്പോൾ അടുത്തത് ട്രംപിനെയും പുടിനെയും ഞാൻ വിളിക്കും എന്ന് അദ്ദേഹം മോദിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. ഇത് മാത്രമല്ല, മോദി മറുപടി പറഞ്ഞത് പശ്ചിമേഷ്യയിലെ അശാന്തിയും അസ്ഥിരതയും എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം, അവിടെ സമാധാനവും സ്ഥിരതയും കൊണ്ടുവരണം, അതിനു വേണ്ടുന്ന ചർച്ചകളിലേക്ക് കടക്കണം, യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നാണ് അദ്ദേഹം നെതന്യാഹുവിനോടും പറഞ്ഞത്. ഈ ഒരു സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് ഇസ്രായേലും ഇറാനും ഇറങ്ങി വരണം എന്നതാണ് മോദി മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷേ അത്ര പെട്ടെന്ന് അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെന്ന് തോന്നുന്നു. അവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ ഇസ്രായേലിനെ അനാവശ്യമായിട്ട് ചൊറിയാൻ ഇറാൻ പോകരുത്. ഈ ഇറാനാണ് ഈ ഹമാസിനെയും ഹിസ്ബുള്ള ഹൂതികളെയും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തീവ്രവാദ ഭീകര സംഘടനകൾക്കും പണം കൊടുത്ത് സഹായിക്കുന്നു. അവർക്ക് സ്പേസും അവർക്ക് ഇടവും അവർക്ക് ആയുധങ്ങളും, ശരിക്കും പറഞ്ഞാൽ ആളും അർത്ഥവും കൊടുത്ത് സഹായിക്കുന്നതിൽ ഇറാന് വലിയ പങ്കുണ്ട്. ഇതാണ് ഇവിടുത്തെ വിഷയം. ഈ ഇറാൻ മറ്റു രാജ്യങ്ങളുമായിട്ട് വ്യാപാരത്തിലൂടെ, എണ്ണ വ്യാപാരത്തിലൂടെ നേടുന്ന പണം സിംഹഭാഗവും ചെലവഴിക്കുന്നത് ഈ ഭീകര സംഘടനകളെ തീറ്റിപ്പോറ്റാനാണ്. പക്ഷേ ഇറാന് ഒരു ഇസ്ലാമിക പിന്തുണ തേടുമോ എന്ന് അറിയത്തില്ല. ഈ അറബ് രാഷ്ട്രങ്ങൾ ഇറാനെ പിന്തുണച്ച് രംഗത്ത് വരും എന്ന് തോന്നുന്നില്ല. മുമ്പും പല സന്ദർഭങ്ങളിലും അവർ ഇറാന് പിന്തുണ കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സുന്നികൾക്ക് വലിയ മേൽക്കൈയുള്ള രാഷ്ട്രമാണ് സൗദി. സുന്നി വഹാബി അങ്ങനെ ഒരു രാഷ്ട്രമാണ് സൗദി. അതുപോലെ തന്നെ UAE തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങളൊന്നും തന്നെ മുമ്പും ഇറാനെ പിന്തുണച്ച് വന്നിട്ടില്ല. കാരണം അവർക്ക് അമേരിക്കയെ വെറുപ്പിക്കാൻ സാധിക്കില്ല. അമേരിക്കയുമായിട്ട് വലിയ വ്യാപാര ബന്ധങ്ങളുള്ള രാഷ്ട്രങ്ങളാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾ സൗദിയും, സൗദിയുടെ താല്പര്യങ്ങൾ അമേരിക്കയും പരസ്പരം സംരക്ഷിക്കും. മറ്റൊന്ന്, ഈ ഇറാനിൽ ഷിയാക്കളുടെ ഭരണമാണ്. സൗദി ഒരു സുന്നി കേന്ദ്രീകൃത രാഷ്ട്രമാണ്. ഈ സുന്നികളും ഷിയാക്കളും തമ്മിൽ ഉള്ള വിടവ്, അവർ തമ്മിലുള്ള അകലം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഷിയാക്കളെ സഹായിക്കാൻ ഏതെങ്കിലും വിധത്തിൽ സുന്നികൾക്ക് മേൽക്കോയ്മയുള്ള രാഷ്ട്രങ്ങൾ തയ്യാറാകും എന്നും തോന്നുന്നില്ല. മാത്രമല്ല, ഇസ്രയേലുമായിട്ട് ഇവർക്ക് വലിയ വ്യാപാര ബന്ധങ്ങളുണ്ട്. സൗദിക്കും UAEക്കും ഒക്കെ ഇസ്രയേലുമായിട്ട് പല കാര്യങ്ങളിലും അവർ നയതന്ത്ര തലത്തിലല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ പെട്ടെന്നൊന്നും തള്ളിപ്പറയാനോ എതിർക്കാനോ ഈ സുന്നി രാഷ്ട്രങ്ങൾ തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല. പൊതുവെ ലോകം മുഴുവനും ഇറാനെ ഭീതിയോടെയാണ് കാണുന്നത്. ഇറാൻ്റെ ചെയ്തികളെ അവർ വളരെ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഈ എല്ലാ വശങ്ങളിൽ നിന്നും ചിന്തിക്കുമ്പോൾ ഇറാന് ഒരു പിന്തുണ, ഈ അറബ് രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളുടെ പിന്തുണ ഇറാന് ലഭിക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനോ തുർക്കിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്താൽ മാത്രമേ സാധ്യതയുള്ളൂ. മാത്രമല്ല, ഈ
ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഇടയ്ക്ക് മധ്യേഷ്യയിലെ പശ്ചിമേഷ്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഹമാസ് തുടങ്ങിയ സംഘടനകൾക്ക് എല്ലാവിധ സഹായവും ചെയ്യുന്നത് ഇറാനാണെന്നും ലോകത്തെല്ലാവർക്കും അറിയാം. ഈ പശ്ചാത്തലത്തിൽ ഇറാന് പിന്തുണ കിട്ടുക വളരെ ദുഷ്കരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.